നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നേരം പോയി. ഓരോ മനുഷ്യജന്മവും കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യ മനസ്സെല്ലാം ദ്രുതഗതിയിൽ നാളേക്ക് വേണ്ടി എന്ന് ചിന്തിക്കുകയാണ്. നേട്ടങ്ങളും കോട്ടങ്ങളും ഒന്നും അഗാധ തലത്തിൽ നിന്നും എത്താതെ ചിന്തിച്ചു കൂട്ടുന്നു, പ്രവർത്തിച്ചു കൂട്ടുന്നു. എന്തൊക്കെയോ നേടാൻ വേണ്ടി വെമ്പൽ പൂണ്ട് ഓടുകയാണ് മനുഷ്യജന്മങ്ങൾ. എന്ത് നേടി എന്ന് ചിന്തിക്കാതെ മുന്നോട്ട് പായുകയാണ് ഞാനും നിങ്ങളും എല്ലാവരും. ശാന്തത ഓരോരുത്തരുടെ ജീവിതത്തിലും വരുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എവിടെയും പരാതികളും പരിഭവങ്ങളും ദുഃഖങ്ങളും പകവീട്ടലും പക ചോദിക്കലും ആയി മാറുന്നു മനുഷ്യജന്മങ്ങൾ. എന്തുകൊണ്ടാണ്? സൂര്യതാപം മൂലമോ, ചൂടുപിടിച്ച അന്തരീക്ഷം മൂലമോ, കാലത്തിൻ്റെ ഗതാനുഗതികത്വത്തിൽ നിന്നോ എങ്ങനെയാണെന്നറിയില്ല. ആർക്കും ആരെയും സ്നേഹിക്കാൻ സമയമില്ല. ഓരോ കവിതകളിലും ഇത്തരത്തിലുള്ള വ്യാകുലതകളല്ല പറയുന്നത്. ഒന്നിൽ നിന്നും അടുത്തതിലേക്ക്, അടുത്തതിൽ നിന്നും അടുത്തതിലേക്ക് പ്രപഞ്ചസീമയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് മനുഷ്യ മനസ്സിനെ കാണാതെ, മനുഷ്യ മനസ്സിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങളെ പഠിക്കാതെ യുദ്ധവും പകയും വിദ്വേഷവും അനുദിനം വർദ്ധിക്കുന്നു. ലോകം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോഴും അധോഗതിയിൽ നിന്നും അധോഗതിയിലേക്കോ എന്ന് ചിന്തിക്കുന്നതും സമമായിട്ടല്ലേ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അറിവിൻ്റെ നിറകുടം തൂകി തുളുമ്പി മുന്നോട്ട് പോകുമ്പോഴും മനുഷ്യജന്മങ്ങൾ, പാവപ്പെട്ടവൻ്റെ ഹൃദയത്തുടിപ്പ്, പാവപ്പെട്ടവൻ്റെ ജീവിതം, പാവപ്പെട്ടവൻ്റെ ലോകം, അത് എത്രമാത്രം മുൾക്കിരീടം ചൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു കവിത പാടിയതുകൊണ്ടോ, ഒരു കവിത പറഞ്ഞതുകൊണ്ടോ, ഒരു കവിത എഴുതിയതുകൊണ്ടോ ലോകത്തെ നന്നാക്കാം എന്നുള്ള ചിന്ത എനിക്കില്ല. പക്ഷേ നമ്മുടെ തോന്നലുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സായുജ്യം, നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം, അത് പ്രധാനമായ ഒന്ന് തന്നെയാണ് എന്നാണ് എൻ്റെ വിവക്ഷ. നേരം പോയി എന്നുള്ള ഈ കവിതയിലെ ഏതാനും വരികൾ നിങ്ങളെ കേൾപ്പിക്കാം. കണ്ടതും കേട്ടതും പറഞ്ഞതും പറയപ്പെട്ടതും, കണ്ടതും കേട്ടതും പറഞ്ഞതും പറയപ്പെട്ടതും, എല്ലാം ഒരു മരീചിക പോലെ, എല്ലാം ഒരു മരീചിക പോലെ. മനസ്സാണ് ലോകത്തെ നയിക്കുന്നതും അമ്മാനമാടുന്നതും, യുദ്ധവും യുദ്ധക്കെടുതിയും മനുഷ്യവർഗത്തിൻ്റെ നോക്കു തുടങ്ങുകയായി. യുദ്ധവും കെടുതിയും മനുഷ്യവർഗത്തിൻ്റെ നാശം തുടങ്ങുകയായി. കണ്ടതും കേട്ടതും പറഞ്ഞതും പറയപ്പെട്ടതും, എല്ലാം ഒരു മരീചിക പോലെ, എല്ലാം ഒരു മരീചിക
പോലെ. അനുഭവങ്ങളിൽ നിന്നും അനുഭവങ്ങളിലേക്കുള്ള തുടർ യാത്രകളാണ്. ഇതിനോടൊപ്പമുള്ള കവിതയും ദൃശ്യവും നിങ്ങൾ ആസ്വദിക്കുമല്ലോ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.